ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയൂണിന് ഒരു മീൻ തലക്കറി ആയാലോ? പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻ തലക്കറി. എന്നാൽ പിന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിക്കുക. അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നീട് ചെറിയ ഉള്ളി ചുമന്നുള്ളി ചതച്ചത്, ഇത് മൂന്നും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി നമ്മുടെ പ്രധാനമായിട്ടും ഒന്നോ രണ്ടോ പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിനോടൊപ്പം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി, പിന്നീട് മുളക് പൊടി. അങ്ങനെ വേണം ചേർക്കാൻ. മുളക് പൊടി ആദ്യമേ ചേർക്കണ്ട, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചൂടായി കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ നമുക്ക് യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ പിഴിപുളി ചേർത്ത് കൊടുക്കണം. പിഴിപുളിയാണ് ആവശ്യത്തിന് നമ്മൾ ഒരു ചെറിയ നാരങ്ങയുടെ സൈസിലുള്ള ഒരു പിഴിപുളി എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ചേർത്തു. ഇനി നമുക്ക് കറിവേപ്പിലയാണ്. ഒട്ടും കുറയ്ക്കണ്ട, നല്ല പോലെ ആവശ്യത്തിനുള്ളതുപോലെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് പ്രധാനമായിട്ടും മറ്റൊന്ന്. നല്ലൊരു മണം കിട്ടും, കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഒന്നോ രണ്ടോ കപ്പ് വെള്ളമൊഴിച്ച് നമ്മളെല്ലാം കൂടെ കലക്കി കറി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കറി തിളച്ച് വരുമ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ തല നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അധികം ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കി നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കുക, പിന്നെ അല്ലെങ്കിൽ ഒന്ന് കറക്കി കൊടുക്കാം, ചുറ്റിച്ചു കൊടുക്കാം. നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചുറ്റിക്കാൻ പാടാണ്, എന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്ന് നല്ല പോലെ തിളച്ച് വരണം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചെറിയ ചൂട് ചോറിൽ ഇത്തിരി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തിയും ചൂട് ചോറും നല്ല സൂപ്പർ തലക്കറിയും കൂടെ ചേർത്ത് നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. അപ്പോൾ ഇത്തിരി കറി ഒഴിച്ചു, കഷ്ണമൊക്കെ എടുത്ത് വെച്ചു, നല്ല ചാറുമൊക്കെ ചേർത്ത് ഇന്നത്തെ ഊണ് അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക്